BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. കൊച്ചി എളമക്കരയിൽ ഫ്ളാറ്റ് നിർമ്മാണം കാരണം തന്റെ വീടിനും ചുറ്റുമതിലിനും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന വീട്ടമ്മയുടെ പരാതിയിൽ കഴമ്പുണ്ടെന്ന മനുഷ്യാവകാശ കമ്മീഷൻ. കെട്ടിടത്തിന്റെ ബേസ്മെന്റിൽ 4 സ്ഥലത്ത് വിള്ളലുള്ളതായും പരാതിക്കാരി പറയുന്നു. ഫ്ലോർ ഗ്രാനൈറ്റ് സ്ലാബുകളിൽ 4 പൊട്ടലുണ്ടെന്നും പരാതിയിൽ പറയുന്നു. കൊച്ചി നഗരസഭാ സെക്രട്ടറിയിൽ നിന്നും കമ്മീഷൻ റിപ്പോർട്ട് തേടി. സംഭവത്തിൽ ഇവർ നേരത്തെ SC/ST കമ്മീഷനും പരാതി നൽകിയിരുന്നു. പരാതിയിൽ തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി നഗരസഭാ സെക്രട്ടറി അറിയിച്ചു. ഈ സാഹചര്യത്തിൽ മനുഷ്യാവകാശ കമ്മീഷനിൽ സമർപ്പിച്ച പരാതിയിൽ തീരുമാനമെടുക്കാനാവില്ലെന്ന് കമ്മീഷൻ അംഗം VK ബീനാകുമാരി പറഞ്ഞു. പരാതിക്കാരിയുടെ ചുറ്റുമതിലിലും കെട്ടിടത്തിലും വിള്ളലുള്ളതായി നഗരസഭാ സെക്രട്ടറി കമ്മീഷനെ അറിയിച്ചു. എന്നാൽ ഇത് കെട്ടിടത്തിന്റെ കാലപ്പഴക്കം കാരണം സംഭവിച്ചതാണോ അതോ ഫ്ളാറ്റ് നിർമ്മാണം കാരണം സംഭവിച്ചതാണോ എന്ന് വ്യക്തമല്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കെട്ടിടത്തിന്റെ ഘടനയ്ക്ക് കേടുപാട് സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നതിന് വിദഗ്ധ കമ്മിറ്റിയുടെ പരിശോധനാ റിപ്പോർട്ട് ലഭ്യമാക്കാൻ നടപടിയെടുത്തിട്ടുണ്ടെന്നും നഗരസഭാ സെക്രട്ടറി അറിയിച്ചു. അതേസമയം കെട്ടിടത്തിലുണ്ടായ വിള്ളലുകൾക്ക് കാരണം ഫ്ളാറ്റ് നിർമ്മാണമാണെന്നതിന് തെളിവില്ലെന്നും തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ഡിവിഷൻ സമർപ്പിച്ച സ്ഥലപരിശോധനാ റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം ചുറ്റുമതിലും കെട്ടിടത്തിലും വിള്ളൽ സംഭവിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എളമക്കര സ്വദേശി OG സുശീല സമർപ്പിച്ച പരാതിയിലാണ് നടപടി. കൊച്ചി പാലാരിവട്ടത്ത് വിൽപ്പനയ്ക്കെത്തിച്ച MDMAയുമായി യുവാവിനെ കൊച്ചി സിറ്റി യോദ്ധാവ് സ്ക്വാഡും പാലാരിവട്ടം പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തു. കൊല്ലം പുനലൂർ കഞ്ഞിരമല ആഷിക്കാണ് പിടിയിലായത്. പാലാരിവട്ടം ഹന റെസിഡൻസിയിൽ നടത്തിയ പരിശോധനയിലാണ് 3.57 MDMAയും 10.45 ഗ്രാം കഞ്ചാവുമായി പിടിയിലായത്. വിവിധ സ്റ്റേഷനുകളിലായി നിരവധി കേസിലെ പ്രതിയും കാപ്പ പ്രകാരം ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ആളുമാണ് ആഷിഖ്. ഇയാൾക്ക് മയക്കുമരുന്ന് എത്തിച്ചു നൽകിയവരെക്കുറിച്ച് അന്വേഷണം നടന്നുവരികയാണെന്നും പോലീസ് പറഞ്ഞു. കൊച്ചിയിൽ വീണ്ടും സ്വകാര്യ ബസ് ജീവനക്കാരുടെ തമ്മിൽ തല്ല്. പരിക്കേറ്റ ഒരു ജീവനക്കാരൻ ആശുപത്രിയിൽ ചികിത്സയിൽ. 6 പേർക്കെതിരെ കേസെടുത്തു. കൊച്ചി നേവൽ ബേസിന് സമീപത്തെ വാത്തുരുത്തി ബസ് സ്റ്റോപ്പിന് സമീപം വ്യാഴാഴ്ച രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. കാക്കനാട് നിന്നും ഫോർട്ട് കൊച്ചിയിലേക്ക് പോകുകയായിരുന്ന ഇൻഷ ബസ്സിലെ ജീവനക്കാരും ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ചിറ്റൂരിലേക്ക് പോകുകയായിരുന്ന പൊറ്റക്കാട് എന്ന ബസ്സിലെ ജീവനക്കാരും തമ്മിലായിരുന്നു അടിപിടി. യാത്രക്കാരെ കാഴ്ചക്കാരാക്കി ബസ്സിനുള്ളിലായിരുന്നു തമ്മിൽ തല്ല്. പൊറ്റക്കാട്ടെ ബസ് ഇൻഷ ബസ്സിൽ ഉരസിയതാണ് തർക്കത്തിനിടയാക്കിയത്. തമ്മിൽ തല്ലിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം ജൂൺ 3 എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്താകെ ജില്ലാതലത്തിലും പ്രദേശ സ്ഥാപനാടിസ്ഥാനത്തിലും എല്ലാ സ്കൂളുകളിലും പ്രവേശനോത്സവം സംഘടിപ്പിക്കും. എളമക്കര സ്കൂളിൽ ചേർന്ന സ്വാഗത സംഘം രൂപീകരണ യോഗം മന്ത്രി P രാജീവ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ചരിത്രത്തിൽ ആദ്യമായി സ്കൂൾ തുറക്കുന്നതിന് മുൻപ് ഈ വർഷം മുഴുവൻ അധ്യാപകർക്കും വിവിധ പരിശീലനങ്ങൾ നൽകി. ഇതിൽ ആദ്യമായി അധ്യാപകർക്ക് നിർമ്മിത ബുദ്ധിയിൽ പരിശീലനം നൽകിയ സംസ്ഥാനമാണ് കേരളം. കഴിഞ്ഞ 7 വർഷത്തിനിടെ 7000 കോടി രൂപയാണ് സ്കൂൾ കെട്ടിടങ്ങൾ നിർമ്മിക്കാനായി ചെലവഴിച്ചത്. പൊതുവിദ്യാലയങ്ങളിലെ അക്കാദമിക് നിലവാരം ഉയർത്തുകയാണ് ലക്ഷ്യം. 1 മുതൽ 9 വരെയുള്ള ക്ലാസുകളിൽ ഓൾ പ്രൊമോഷൻ നൽകുമ്പോൾ അക്കാദമിക് നിലവാരം കൂടി പരിഗണിക്കും. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി ഈ മാസം 28 വിദ്യാഭ്യാസ കോൺക്ലേവ് തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുമെന്നും മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. യോഗത്തിൽ MLA മാർ, മേയർ, ഡെപ്യൂട്ടി മേയർ തുടങ്ങിയവരടങ്ങുന്ന സംഘാടക സമിതി രൂപീകരിച്ചു. ഹൈബീഡൻ MP, മേയർ അഡ്വക്കേറ്റ് M അനിൽകുമാർ, MLA മാരായ TJ വിനോദ്, KN ഉണ്ണികൃഷ്ണൻ, PV ശ്രീരിജൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തടൻ, വൈസ് പ്രസിഡന്റ് LC ജോർജ്, കൊച്ചി കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ BA ശ്രീജിത്ത്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR രതേഷ്, കൗൺസിലർ സീന ഗോപാലൻ, രക്ഷാകർതൃ സമിതി അംഗങ്ങൾ, വിദ്യാഭ്യാസ വകുപ്പ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുന്നതെന്നും മന്ത്രി P രാജീവ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള വിവിധ തിരക്കുകൾക്കിടയിലും പരീക്ഷാ ഫലങ്ങൾ കൃത്യമായി പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞു. ജൂലൈ മാസത്തിൽ IBMുമായി ചേർന്ന് സംസ്ഥാന സർക്കാർ കൊച്ചിയിൽ AI കോൺക്ലേവ് സംഘടിപ്പിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. കൊച്ചി കടവന്ത്രയിൽ കിണറ്റിനുള്ളിൽ മൃതദേഹം കണ്ടെത്തി. ഒഡീഷ സ്വദേശി മനോജ് കുമാർ ഐസോളാണ് മരിച്ചത്. സംഭവത്തിൽ പോലീസ് പരിശോധന നടത്തിവരികയാണ്.
കൊടും ചൂടിന് ആശ്വാസമായി എത്തിയ വേനൽ മഴയ്ക്ക് രൗദ്രഭാവം നൽകി ഇരട്ട ചക്രവാത ചുഴി രൂപം കൊണ്ടു. തെക്കൻ തീരത്ത് തമിഴ്നാടിനും വടക്കൻ കേരളത്തിന് മുകളിലുമായാണ് ചക്രവാത ചുഴികൾ. ഇതിനു പുറമെ വടക്കൻ കർണാടക വരെ ന്യൂനമർദ്ദപാത്തിയും രൂപം കൊണ്ടതോടെ അടുത്ത 72 മണിക്കൂർ വടക്കൻ കേരളത്തിലടക്കം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ്. ബംഗാൾ ഉൾക്കടലിൽ 22-ന് ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുള്ളതിനാൽ അടുത്ത 5 ദിവസം കൂടി ശക്തമായ മഴ ലഭിക്കുമെന്നാണ് പ്രവചനം. അതേസമയം മഴ 2ാം ദിനവും തുടർന്നതോടെ താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവർ ദുരിതത്തിലായി. തിരുവനന്തപുരത്ത് നിരവധി വീടുകളിൽ വെള്ളം കയറി. ഗ്രാമീണ മേഖലകളിൽ വ്യാപക കൃഷിനാശവും റിപ്പോർട്ട് ചെയ്തു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614. BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി. മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര, നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി.